സ്വിസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവിനെക്കുറിച്ചാണ്. യൂറോപ്യന്മാരുടെ വരവിനെക്കുറിച്ച് വിശദമായ രീതിയിൽ ഒരു കഥാരൂപത്തിൽ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും എന്ന രീതിയിൽ പഠിക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. യൂറോപ്യന്മാർ കേരളത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ കേരളവുമായി വാണിജ്യബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ കേരളത്തിൽ വ്യാപാരത്തിനായിട്ട് എത്തിയത്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ യഥാക്രമം ഇവരാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാര്. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ഡച്ചുകാരാണ്. കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. കാപ്പാടിനെ പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത് കാപ്പേ എന്നാണ്. കോഴിക്കോടിനെ കലേക്കുറ്റെന്നും വിളിച്ചു. ഇനി നമുക്ക് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വന്ന ചരിത്രം നോക്കാം. പോർച്ചുഗലിലെ രാജാവായിരുന്ന മാനുവൽ ഒന്നാമൻ രാജാവിന്റെ പ്രചോദനത്താൽ ഇന്ത്യയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുവാനായിട്ട് വാസ്കോ ഡ ഗാമയും അദ്ദേഹത്തിനോടൊപ്പം പോർച്ചുഗീസ് നാവികനായ അൽവാരോ വെൽക്കോവും അനുയായികളും കൂടി 1497 ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്കൊരു ഐതിഹാസിക യാത്ര ആരംഭിക്കുകയാണ്. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. അപ്പോഴേക്കും ആതിഥ്യ മര്യാദ അനുസരിച്ച് സാമൂതിരിയും പ്രജകളും അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നാൽ വാസ്കോ ഡ ഗാമ പറഞ്ഞത് തന്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട് നിർത്തണമെന്നും താൻ കുറെ ചരക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് സൂക്ഷിക്കാനായിട്ടാണ് ഇവരെ നിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ വാസ്കോ ഡ ഗാമയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിക്കുകയാണ് ഉണ്ടായത്. സാമൂതിരി സമ്മതിച്ചില്ല വാസ്കോ ഡ ഗാമയുടെ അനുയായികളുടെ സംഘത്തെ കോഴിക്കോട് നിർത്താനായിട്ട്. അതുകൊണ്ട് തന്നെ വാസ്കോ ഡ ഗാമ അവിടെ നിന്നും പുറപ്പെടുകയാണ്. കോഴിക്കോട് നിന്നും അദ്ദേഹം പോവുകയാണ്. ആ യാത്രക്കിടയിൽ കോലത്തിരി രാജാവ് കണ്ണൂരിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വാസ്കോ ഡ ഗാമ കണ്ണൂരിലിറങ്ങി. വാസ്കോ ഡ ഗാമയും കോലത്തിരിയുമായിട്ട് പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. അതിനുശേഷം വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് തിരിച്ചു പോവുകയാണ്. അത് 1498 നവംബറിലാണ് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് 1499 ലിസ്ബണിൽ തിരിച്ചെത്തുന്നു. അങ്ങനെ നാട്ടിലെത്തിയ വാസ്കോ ഡ ഗാമയ്ക്ക് വൻ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നും ധാരാളം സാധനങ്ങൾ വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് കൊണ്ടുപോയിരുന്നു. അത് വിറ്റഴിക്കുക വഴി യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 മടങ്ങ് ലാഭമാണ് വാസ്കോ ഡ ഗാമയ്ക്ക് ലഭിച്ചത്. സാമൂതിരിക്ക് പോർച്ചുഗീസുകാരുമായിട്ടുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിന്റെ കപ്പൽപ്പടയെ എതിരിടുന്നതിൽ കബ്രാളിലുണ്ടായ പരാജയത്തെക്കുറിച്ചുമൊക്കെ മാനുവൽ ഒന്നാമൻ രാജാവ് അഥവാ ഡോ മാനുവലിനെ വാസ്കോ ഡ ഗാമ അറിയിച്ചു. അതിനെ തുടർന്ന് ഡോ മാനുവല് 15 കപ്പലുകളും 800 ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ 1502 ഫെബ്രുവരിയിൽ വീണ്ടും ഇന്ത്യയിലേക്ക് വിടുകയാണ്. അങ്ങനെ രണ്ടാമത്തെ വരവിൽ വാസ്കോ ഡ ഗാമയും അനുയായികളും എത്തിച്ചേർന്നത് അഞ്ചുദ്വീപിലാണ്. അറബി കപ്പലുകൾ പിടിച്ചെടുക്കുകയും മലബാർ വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് വാസ്കോ ഡ ഗാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിക്കുകയും കൊച്ചിയിലെ വിലയ്ക്ക് തന്നെ കുരുമുളകും മറ്റു ചരക്കുകളും കണ്ണൂർ തുറമുഖത്ത് പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം വാസ്കോ ഡ ഗാമ സാമൂതിരിയെ ചെന്ന് കാണുകയും കോഴിക്കോട് നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. സാമൂതിരി അത് നിരസിച്ചു. ആ കാരണത്താൽ തന്നെ പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിച്ചു. തുറമുഖത്ത് കിടന്നിരുന്ന അരിക്കപ്പലുകൾ അവർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും മൂക്കും കാതുമൊക്കെ ഛേദിച്ച് അവരോട് മൃഗീയമായിട്ട് പെരുമാറി. അതിനുശേഷം ഗാമ പോയത് കൊച്ചിയിലേക്കാണ്. അവിടെ ചെന്ന് കൊച്ചി രാജാവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിന് പൊന്നിൻ കിരീടവും ഉൾപ്പെടെ വളരെ വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹവുമായിട്ട് ഒരു വലിയ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. കൊച്ചിയിൽ ഉണ്ടാകുന്ന ഏലവും കുരുമുളകും മറ്റ് ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവ് നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളാമെന്നുള്ള ഉടമ്പടിയിൽ കൊച്ചി രാജാവ് ഒപ്പിട്ടു.
കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈനിക സങ്കേതങ്ങളും സ്ഥാപിക്കുവാനുള്ള അവകാശവും ഈ ഉടമ്പടി മൂലം അവർക്ക് ലഭിച്ചു. വാസ്കോഡ ഗാമയുടെ മൂന്നാമത്തെ വരവ് 1524 ആ ഭരണം പക്ഷേ 3 മാസം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് വാസ്കോഡ ഗാമ അന്തരിക്കുന്നു. ഭൗതിക ശരീരം കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്തു. പിന്നീട് പോർച്ചുഗലിലെ ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രൽ പള്ളിയിൽ ഭൗതിക ശരീരം അടക്കം ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനും ആൻസറിലേക്കും പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ ആരാണ്? അറബികൾ. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ ആരാണ്? അറബികൾ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ ആദ്യമേ ആരാണ് ആധിപത്യം സ്ഥാപിച്ചത്? പോർച്ചുഗീസുകാരാണ്. പിന്നീട് ഡച്ചുകാർ, പിന്നീട് ബ്രിട്ടീഷുകാർ, പിന്നീട് ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. പറങ്കികൾ എന്നറിയപ്പെട്ടത് ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ്. അപ്പോൾ പറങ്കികൾ എന്നറിയപ്പെട്ടത് ആരെയാണ്? പോർച്ചുഗീസുകാർ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ ഡച്ചുകാർ, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ. അപ്പോൾ എന്തൊക്കെയാണ്? പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഫ്രഞ്ചുകാരെയാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. വെള്ളക്കാർ എന്നറിയപ്പെടുന്ന ആരെയാണ്? ബ്രിട്ടീഷുകാരെയാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ്? പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാരെ അറിയപ്പെട്ടിരുന്നത്. ഫ്രഞ്ചുകാരെ അറിയപ്പെട്ടിരുന്നതോ? പരന്ത്രീസുകാർ. ഡച്ചുകാരാണെങ്കിൽ ലന്തക്കാർ. ബ്രിട്ടീഷുകാർ വെള്ളക്കാർ. ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നത്? 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം. ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്തെത്തുന്നത്? 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് ഏതു പേരിലാണ്? കലേക്കുറ്റ് എന്നാണ്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലേക്കുറ്റ്. കാപ്യ എന്ന പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത് കാപ്പാടിനെയാണ്. അപ്പോൾ കാപ്യ എന്ന പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതാണ്? കാപ്പാടാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് ഏതു പേരിലാണ്? കലേക്കുറ്റ് എന്നാണ്. കാപ്യ എന്ന പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതാണ്? കാപ്പാട്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? മാനുവൽ ഒന്നാമനാണ്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയത് എന്നാണ്? 1498 മെയ് 20-നാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായിട്ട് എത്തുന്നത്. അപ്പോൾ വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിയത് എന്നാണ്? 1498 മെയ് 20-നാണ്. മാനുവൽ ഒന്നാമൻ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. അപ്പോൾ വാസ്കോഡ ഗാമ കാപ്പാട് എവിടെയാണ് കപ്പലിറങ്ങിയത്? പന്തലായനി ബീച്ചിലാണ്. പന്തലായനി ബീച്ച് ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. ആരാണ്? അൽവാരോ വെൻഹോവ്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൻഹോവാണ്.
വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാണ്? സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ ഏതെല്ലാം? സെന്റ് റാഫേലും സെന്റ് ബെറിയോയുമാണ്. സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ ഈ രണ്ട് കപ്പലാണ് വാസ്കോഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ചത്. വാസ്കോഡ ഗാമയുടെ കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി ആരാണ്? കോഴിക്കോട് സാമൂതിരിയാണ്. വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി ആരാണ്? കോഴിക്കോട് സാമൂതിരി. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം എന്നാണ്? 1499. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് ആദ്യമായിട്ട് മടങ്ങിപ്പോയതെന്നാണ്? 1499. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 1502. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിൽ എത്തിയ വർഷം എന്നാണ്? 1502. വാസ്കോഡ ഗാമ അവസാനമായി, അതായത് മൂന്നാമതായിട്ട് കേരളത്തിൽ എത്തിയ വർഷം എന്നാണ്? 1524. വാസ്കോഡ ഗാമ അവസാനമായി കേരളത്തിൽ എത്തിയ വർഷം എന്നാണ്? 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിൽ എത്തിയ വർഷം 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് കേരളത്തിൽ എത്തിയ വർഷം എന്നാണ്? 1524. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം 1524 ഡിസംബർ 24. അപ്പോൾ വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് കേരളത്തിൽ എത്തിയ വർഷം എന്നാണ്? 1524. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം എന്നാണ്? 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്നത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷമാണ് 1539. അപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം എന്നാണ്? 1539. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രൽ പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. അപ്പോൾ മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് ഏതു പേരിലാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. അപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയത് ഏത് വർഷമാണ്? 1539. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചതാരാണ്? മാനുവൽ രാജാവാണ്. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാരാണ്? സർദാർ KM പണിക്കരാണ്. PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സമുദ്രത്തിൽ ആധിപത്യത്തിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഏതാണ് ആൻസർ? പോർച്ചുഗലാണ്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നമുക്ക് അറിയാമോ എന്ന് നോക്കാം. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ ആരാണ്? അറബികൾ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എങ്ങനെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. പറങ്കികൾ എന്നറിയപ്പെട്ടത് ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ്. ഏതു നൂറ്റാണ്ടിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നത്? 15ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് ഏതു പേരിലാണ്? കലേക്കുറ്റെ എന്നാണ്. കാപ്പാടിനെ പോർച്ചുഗീസുകാർ ഏതു പേരിലാണ് വിളിച്ചിരുന്നത്? കാപ്യ എന്നാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഫ്രഞ്ചുകാരെയാണ്.
ബ്രിട്ടീഷുകാരെ ഏതു പേരിൽ അറിയപ്പെട്ടു? വെള്ളക്കാർ എന്നാണ് അറിയപ്പെട്ടത്. ഡച്ചുകാരോ? ലന്തക്കാരാണ്. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന ആരെയാണ്? ഡച്ചുകാരെയാണ്. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? മാനുവൽ ഒന്നാമൻ രാജാവാണ്. വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയതെന്നാണ്? 1498 മെയ് 20. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് പന്തലായനി ബീച്ച്. പന്തലായനി ബീച്ച് ഏത് പഞ്ചായത്താണ്? ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വാസ്കോഡഗാമയാണ്. വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു? അൽവാരോ വെൻഹോവ്. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേലും സെന്റ് ബെറിയോയും. വാസ്കോഡഗാമയുടെ കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി ആരാണ്? കോഴിക്കോട് സാമൂതിരി. വാസ്കോഡഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം എന്നാണ്? 1499. വാസ്കോഡഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 1502. വാസ്കോഡഗാമ അവസാനമായി കേരളത്തിലെത്തിയതെന്നാണ്? 1524. വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം എന്നാണ്? 1524. വാസ്കോഡഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. വാസ്കോഡഗാമയുടെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി ഏതാണ്? സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം എന്നാണ്? 1539. വാസ്കോഡഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രൽ പള്ളിയിലാണ്. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചതാരാണ്? മാനുവൽ രാജാവാണ്. വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരാണ്? സർദാർ KM പണിക്കരാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.